നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേബി കോൺ പെപ്പർ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ബേബി കോൺ 100 grams ആണത്. പിന്നെ മൈദ 1.5 ടേബിൾ സ്പൂൺ, പിന്നെ പെപ്പർ, കോൺഫ്ലവർ, ഉപ്പ്, ഉള്ളി, കുറച്ച് മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞിരിക്കുന്നത്. ബേബി കോൺ. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, മൈദ 1.5 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ അതുപോലെ 1.5 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ. പെപ്പർ പൗഡർ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡറും യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്. ഇതിപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളം വേണ്ട, ചെറുതായിട്ട്. ഇവിടെ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇടണേ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എല്ലാം കൂടിയിട്ട് ഒട്ടിപ്പിടിക്കുന്നു. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ക്രിസ്പി ആയിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ബേബി കോൺ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട് എല്ലാം. ഇനി നമുക്ക് സെക്കൻഡ് പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം. അടുത്തതായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. 3 കട്ട് ചെയ്ത് വെച്ചത്, പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റിന് സെലറി ഇട്ട് കൊടുക്കാം. അതല്ല, ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ബേബി കോൺ സോൾട്ട് ആൻഡ് പെപ്പർ ഉണ്ടാക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിൽ ഇട്ട് കൊടുത്തയക്കാനും പറ്റും പിള്ളേർക്ക്. ഈസി റെസിപ്പിയാണ്. ഇനി ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ഉള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയില. ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ്റെ ഇടാം, അതുപോലെ തന്നെ സെലറി ഇടാം. അപ്പം അതൊക്കെ അവരവരുടെ സൗകര്യം പോലെ ഇട്ടാൽ മതി. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ആ ബേബി കോൺ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പിടണം. ഇനി നമുക്കിതിൽ 1 ടീസ്പൂണോളം നമ്മൾ ഇതിൽ പെപ്പർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായി മിക്സായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബേബി കോൺ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ സോയാ സോസ് ഒഴിക്കണം. ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് ഒഴിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. ഈസിയാണ്, ഈസി റെസിപ്പിയാണ് ഇത്, ടേസ്റ്റിയുമാണ്. ഇത് നന്നായി ഇളക്കിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ 2 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്, എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബേബി കോൺ സോൾട്ട് ആൻഡ് പെപ്പർ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ബേബി കോൺ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്റ്റാർട്ടർ ആയിട്ടും യൂസ് ചെയ്യാം. പിള്ളേരുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും ഇതൊരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്